ചെയ്യണം, വസ്ത്രം മുകളിലേക്ക് കയറ്റി ഉടുത്തണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വസ്ത്രം വലിച്ചിടിച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിൻ്റെ അടയാളമാ. ഒരല്പമെങ്കിലും നിനക്കൊണ്ടോ? നിന്റെ കാര്യത്തിൽ തീരുമാനമായി അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അഹങ്കാരം, അതാണ് ഒരു മഹാന്റെ ചരിത്രം പറയുന്നത്. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുക, ഞാൻ പോവാ നിങ്ങളുടെ മുന്നിൽ നിന്ന്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് തോറ്റുപോയി, 40 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കാം, നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞാൻ തോൽവി സമ്മതിച്ചു പോവാന്ന്. ഞാൻ നിങ്ങളുടെ മുന്നിൽ തോൽവി സമ്മതിച്ച് ഞാൻ പോവാ. ആരാ പറയണേ? ഇബ്ലീസ്. ഒരു മഹാനോട് പറയുന്ന 40 വർഷക്കാലമായി ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചു പോവാ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ ഈ മഹാൻ ഇബ്ലീസിനെ വിളിച്ചിട്ട് പറയാ, എടാ നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും തോന്നത്തില്ല. കാരണം അവൻ അങ്ങനെ പറഞ്ഞ എന്തിനു വേണ്ടിയാ? അപ്പൊ തോന്നുമല്ലോ അപ്പൊ ഞാൻ ആരോ വലിയ മഹാനാണെന്ന്. എന്നാൽ പോലും എൻ്റെ മനസ്സിലൊന്നും തോന്നില്ല. അങ്ങനെ ആവണം. ഒരാളെയും നമ്മൾ നിന്ദനായി കാണാൻ പാടില്ല, നിസാരനായി കാണാൻ പാടില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാ, അള്ളാഹു ആദരിച്ചവരാ. അതുകൊണ്ട് ഒരടുമണി തൂക്കം പോലും അഹങ്കാരം എൻ്റെയോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കാര്യം പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.